ജുനൂബി എബ്രഹാമിന്റെ കഥയില് ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ ഹീറോ എന്ന് അറിയപ്പെടുന്ന ടോവിനോ തോമസിന്റെ അന്വേഷിപ്പീൻ കണ്ടെത്തും അല്ലേ? എന്തായാലും വേറെ ലെവല് പാടാവാള ചാൻസ് ഒരുപാടുള്ളതാണ്. കാരണം നമ്മൾ തിയേറ്ററിന്റെ ചെറിയ ഭാഗം കണ്ടാണ്. ആ ട്രെയിലർ തിയേറ്ററിൽ ഞങ്ങൾ വാലിബന് പോയപ്പോ കണ്ടു. അപ്പൊ ഇന്ന് അതിന്റെ ഒഫീഷ്യലായിട്ട് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു 25 സെക്കൻഡ് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ട്രെയിലർ വരികയാണ്. 23 സെക്കൻഡ് സൗണ്ട് വെച്ചോ. യൂസ് ഹെഡ്ഫോൺസ്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേർ വാസ് ഹി ഓർ ഷീ കിൽഡ് എന്നുള്ളത്. എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ 4-5 കേസുകളിൽ ഒന്നാണ്. അന്വേഷണത്തോട് യാതൊരു വിധത്തിൽ സഹകരിക്കുന്ന പഞ്ചായത്തിന്റെ തീരുമാനം. പേരിലൊരാളായ പോരാ സാറേ, എന്റെ കൊച്ചിനോട് ഇത് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടും. ആരും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. നിർത്തിയെടുത്തൊന്നും ഞാനിതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പോവാം. അൺഒഫീഷ്യലി സാറേ, ഞാൻ സാറിന് കൊടുക്കട്ടെ. പഴയ കാലഘട്ടം മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു കൊടുക്കണം. അന്വേഷിപ്പീൻ കണ്ടെത്തും. ഫെബ്രുവരി 9 തിയേറ്ററിൽ ട്രെയിലർ മിന്നിച്ചു. സിനിമ കാണാനല്ല. ഇത് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ കാര്യം പറയുന്നത് ഒരു പഴയ കാലത്ത് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതും തെളിയിക്കപ്പെടാതെ. അന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം അറിയോ, പറഞ്ഞ ടെക്നോളജി ഇല്ല. അതായത് CCTV ക്യാമറയും മൊബൈലും മൈൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധി വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കൊലപാതകം. അതായത് ഇന്ദ്രൻസ് ഒരുപാട് കേസ് 7 കേസും കണ്ട് അന്വേഷിച്ചു, തെളിയിക്കപ്പെടാത്ത ഒറ്റ കേസ് ഇത് മാത്രമേ ഉള്ളൂ. അതെ, എവിടെ എത്തുന്നില്ല. അന്വേഷണമായിട്ട് അന്വേഷിക്കാൻ പോകണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മാറിയിട്ട് അന്വേഷിക്കുന്നുണ്ട് പറയുന്നത്. ഒരു പഴയ കാലഘട്ടം നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. പഴയ പോലീസ് ജീപ്പും ആ പഴയ SI-മാരുടെ ആ മേശയും ആ ബുള്ളറ്റും സെറ്റപ്പ് ആയിട്ടുണ്ട്. 9 എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള എല്ലാ പ്രതീക്ഷയും ട്രെയിലർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴിൽ ഒരു പോർത്തുഗലിൽ കൊണ്ടൊരു സിനിമ ഒരു പഴയ കാലഘട്ടത്തിലൊരു ഉണ്ടായിരുന്നു. പോർത്തുഗലിൽ പറഞ്ഞ ഇത്ര CCTV കാര്യങ്ങളൊന്നും പോർത്തുഗലിൽ ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇതിൽ ചിലപ്പോൾ അതുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും അതെ. പിന്നെ ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ സിനിമ. പണ്ടൊന്നും ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തെളിയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ആൾക്കാർക്ക്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ ചാൻസ് 100% പടം. ഈ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ നടൻ ഇപ്പൊ ഭയങ്കരമായിട്ട് സെലക്റ്റീവ് ആണ്. ഒരു കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ടൈപ്പുള്ള കഥാപാത്രമാണ് പിന്നെ ചെയ്യുന്നത്. ഭാര്യ വെച്ച സിനിമ ചെയ്യണില്ല. എന്തായാലും അതെ, അപ്പൊ മലയാള സിനിമയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടാവും. നമ്മുടെ മലയാളത്തിൽ ഒരു കയറി അഭിനയിക്കണേ. പൈസ ടൊവിനോ തോമസ് എന്തായാലും മലയാളത്തിന്റെ ഒരു അഭിമാനം തന്നെ. കാരണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ ഭാഷയും. വേറൊരു സിനിമ ഇറങ്ങിയില്ല ഇപ്പൊ അടുത്ത്, ഒരു ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടൊക്കെ, അദൃശ്യജാലകങ്ങൾ. ആ സിനിമയിൽ കണ്ട ആളല്ല ഇതില്. അതിന് ആ സിനിമക്ക് പോയിട്ട് എങ്ങനെ ഭയങ്കരമായിട്ടൊരു ബോഡി അങ്ങനെ ആക്കി എടുത്തിട്ട് ടൊവിനോ തോമസ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ട തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രത്തിലോട്ട് ആള് പോയി. ഒരുപാട് താരനിര വരുന്നുണ്ട്. ബാബുരാജ് എന്തായാലും പോലീസുകാരന്റെ പേരെന്താ, നമ്മുടെ പടത്തിന് വില്ലനായിട്ട് മറ്റേ അങ്കമലിന്റെ പിന്നെ നമ്മുടെ ബാബുരാജ് ഉണ്ട്. താരനിര ഒരുപാടുണ്ട്. അപ്പൊ വേണ്ടപ്പെട്ട കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും സിനിമ നമുക്ക് ഫെബ്രുവരി 9 കണ്ടിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. സിനിമ റിവ്യൂസ്, സിനിമയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.